ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ എങ്ങനെ കത്രിക വെക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് രാജ്യത്തെ സെൻസർ ബോർഡ്. തീവ്ര വലതുപക്ഷ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും കേന്ദ്രത്തിലിരിക്കുന്നവർക്കെതിരെ സംസാരിക്കുമ്പോൾ ചിത്രത്തിന് കൂച്ചുവിരുങ്ങിടുകയും ചെയ്യുന്ന കാഴ്ച ഇന്ന് സിനിമാ പ്രേമികൾക്ക് പുതുമയുള്ളതല്ല. ആദ്യകാലങ്ങളിൽ തങ്ങളുടെ പ്രവൃത്തികളെ ന്യായീകരിച്ചിരുന്ന സെൻസർ ബോർഡ് ഇപ്പോൾ യാതൊരു മറയുമില്ലാതെയാണ് തങ്ങളുടെ അജണ്ട നടപ്പാക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ദി കേരള സ്റ്റോറി 2-ന്റെ ട്രെയിലർ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ജനുവരി 9-ന് തിയേറ്റർ റിലീസിനൊരുങ്ങിയ വിജയുടെ അവസാന ചിത്രം ജനനായകൻ റീമേക്ക് ആയിട്ട് കൂടി പ്രദർശനാനുമതി നിഷേധിച്ചത് ഇതുമായി കൂട്ടിവയ്ക്കുമ്പോഴാണ് സെൻസർ ബോർഡിന്റെ ഇരട്ടത്താപ്പ് വെളിവാകുന്നത്. കാമാക്യ നാരായണൻ സിംഗ് സംവിധാനം ചെയ്ത കേരള സ്റ്റോറി 2-ന്റെ 3 മിനിറ്റുള്ള ട്രെയിലറിൽ യാതൊരുവിധ നിയന്ത്രണവും കൂടാതെയാണ് മുസ്ലിം മതവിഭാഗത്തിനെതിരെയുള്ള വിദ്വേഷം അഴിച്ചുവിടുന്നത്. വലിയ വിമർശനമാണ് ട്രെയിലറിലെ ഉള്ളടക്കത്തിനെതിരെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും ഉയരുന്നത്. ജനനായകന് സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുകയും മറുവശത്ത് ഒരു നാടിനെയും മതവിഭാഗത്തെയും അധിക്ഷേപിക്കുന്ന കേരള സ്റ്റോറിക്ക് അനുമതി നൽകിയതിനും വിജയ് ആരാധകരുടെ അടുത്തു നിന്നും രൂക്ഷ വിമർശനം സെൻസർ ബോർഡിനെതിരെ ഉയരുന്നുണ്ട്. കിലുക്കത്തിൽ തിലകൻ അവതരിപ്പിച്ച ജസ്റ്റിസ് പിള്ള എന്ന കഥാപാത്രം തന്റെ വേലക്കാരിയായ രേവതിയുടെ കഥാപാത്രം നന്ദിനിയോട് ശുഭിതനായി സംസാരിക്കുന്ന വീഡിയോ പങ്കുവച്ചാണ് ആരാധകർ സെൻസർ ബോർഡിനെ വിമർശിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കേരള സ്റ്റോറി 2 ട്രെയിലർ ലവ് ജിഹാദ്, നിർബന്ധിത മതപരിവർത്തനം, ഹിന്ദു പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ബീഫ് കഴിപ്പിക്കൽ തുടങ്ങിയ മതസ്പർദ്ധ വളർത്തുന്ന ദൃശ്യങ്ങളാൽ സമ്പന്നമായിരുന്നു. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പ്രത്യക്ഷമായി തന്നെ വെല്ലുവിളിക്കുന്ന സംഭാഷണങ്ങളും ദൃശ്യങ്ങളും അടങ്ങിയ ചിത്രം സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുമെന്നും ഇത്തരം ചിത്രങ്ങൾക്ക് എങ്ങനെയാണ് അനുമതി നൽകുന്നത് എന്നുമാണ് വിജയ് ആരാധകർ ചോദിക്കുന്നത്. ജനനായകനിൽ മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് അനിശ്ചിതകാലമായി ചിത്രത്തിന്റെ റിലീസ് വൈകിപ്പിക്കുന്നത്. അതേസമയം ജനനായകന് ശേഷം വിജയ് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്നതിനാലാണ് കേന്ദ്ര സർക്കാരും BJPയും ഇടപെട്ട് ചിത്രം തടയുന്നതെന്നാണ് ആരാധകരുടെ വാദം.